പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾ എപ്പോഴും സജീവമായിരിക്കും, ജീവസുറ്റവരായിരിക്കും, ചൈതന്യമുള്ളവരായിരിക്കും. അലസന്മാരോ മടിയന്മാരോ ആയിരിക്കുകയില്ല. അവർ എപ്പോഴും വെളിച്ചത്തിലായിരിക്കും, അവർ ഒരിക്കലും ഇരുട്ടിലാവുകയില്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും എപ്രകാരം വ്യത്യാസമാണോ അതേപോലെയാണ് ഖുർആൻ പഠിക്കുന്നവരും പഠിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് അതിനുള്ള തെളിവ്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറയിലെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് വകദാലിക ഔഹൈന ഇലൈക്, നബിയെ അപ്രകാരം താങ്കളിലേക്ക് നാം വഹിയായി നൽകിയിരിക്കുന്നു. എന്തിനെ? റൂഹൻ മിൻ അംരിന, നമ്മുടെ കൽപ്പനയിൽപ്പെട്ട ഒരു റൂഹിനെ, ആത്മാവിനെ. ആത്മാവ് നഷ്ടപ്പെടുമ്പോഴാണല്ലോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബോധവും ജീവനുമൊക്കെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ റൂഹ് എന്തൊരു ദൗത്യമാണോ നിർവഹിക്കുന്നത്, ആ ദൗത്യമാണ് ഖുർആനിന് നിർവഹിക്കാനുള്ളത്. അപ്പോൾ നിർജീവമായി കിടക്കുന്ന ഹൃദയങ്ങൾക്ക്, നിർജീവമായി കിടക്കുന്ന മനുഷ്യരുടെ നഫ്സുകൾക്ക് ജീവൻ നൽകുന്നതാണ് അള്ളാഹു വഹിയായി നൽകുന്ന ഖുർആൻ. അതാണ് റൂഹൻ മിൻ അംരിന എന്ന് പറഞ്ഞത്. ഖുർആൻ റൂഹാണ്. മാ കുൻത തദ്രി മൽ കിതാബ് വലൽ ഈമാൻ, വേദഗ്രന്ഥം എന്താണ്, ഈമാൻ എന്താണ് എന്ന് നബിയെ താങ്കൾക്കറിയുമായിരുന്നില്ല. വലാകിൻ, എന്നാൽ ജഅൽനാഹു നൂറൻ, പരിശുദ്ധ ഖുർആനിനെ, ഈ വഹീനെ നാം ഒരു പ്രകാശമാക്കിയിരിക്കുന്നു. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന, നാം ഉദ്ദേശിക്കുന്ന നമ്മുടെ അടിമകളിൽ പെട്ടവർക്ക് ആ ഖുർആനിലൂടെ നാം മാർഗദർശനം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ സൂറത്തു ശൂറയിലെ 52-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പരിശുദ്ധ ഖുർആൻ റൂഹാണ്, ആത്മാവാണ്, ജീവനാണ്. ഖുർആനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥ ജീവനുണ്ടാകും, ചൈതന്യമുണ്ടാകും. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പ്രകാശമാണ്. ആരാണോ ഖുർആനിനെ സ്വീകരിക്കുന്നത് അവർ ഒരിക്കലും അന്ധകാരത്തിൽ പെട്ടുപോവുകയില്ല, ഇരുട്ടിൽ അവർ പെട്ടുപോവുകയില്ല. ഇനി മറ്റൊരു തെളിവ് നോക്കൂ. സൂറത്തു ഇബ്രാഹിം 1-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക്, നബിയെ ഈ ഒരു വേദഗ്രന്ഥം നാം താങ്കൾക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്നു. എന്തിന്? ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, എല്ലാ ഇരുട്ടുകളിൽ നിന്നും, എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും ജനങ്ങളെ താങ്കൾ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ളുലുമാത്ത് എന്നാണ് പറഞ്ഞത്, അന്ധകാരങ്ങൾ. ഒരുപാട് ഇരുട്ടുകൾ ഭൂമിയിലുണ്ട്. ബഹുദൈവാരാധന ഇരുട്ടാണ്, അള്ളാഹുവിനെ നിഷേധിക്കൽ ഇരുട്ടാണ്, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കൽ ഇരുട്ടാണ്. അതേപോലെ എന്തെല്ലാം തിന്മകളുണ്ടോ, അധാർമികതകളുണ്ടോ, അതെല്ലാം ഇരുട്ടാണ്.
ഈ ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് അവന് പ്രകാശം നൽകണം. ഇവിടെ ശ്രദ്ധിക്കുക, ളുലുമാത്ത് എന്ന് ബഹുവചന രൂപത്തിലാണ് പറഞ്ഞത്. എന്നാൽ ഖുർആനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നൂർ എന്ന് ഏകവചനത്തിലാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മാത്രം മതി ഈ എല്ലാ ഇരുട്ടുകളെയും ഇല്ലാതെയാക്കാൻ. എന്തെല്ലാം ഇരുട്ടുകൾ ലോകത്തുണ്ടോ ആ ഇരുട്ടുകളെ എല്ലാം ഇല്ലാതെയാക്കാൻ ഖുർആൻ മാത്രം മതി. അതുകൊണ്ടാണ് ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത്. അപ്പോൾ മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ പരിശുദ്ധ ഖുർആനിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ജീവസുറ്റവരായി തീരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുക, ഖുർആനിൻ്റെ ആളുകളായി തീരുക. രണ്ടാമത്തത്, ആരാണോ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുന്നത് അവർ ഏറ്റവും ശരിയായ വഴിയിലായിരിക്കും. അതിനേക്കാൾ നേരായ മറ്റൊരു വഴി നിങ്ങൾക്ക് കണ്ടെത്തുക സാധ്യമല്ല. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ. ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയം ഈ ഒരു ഖുർആൻ, നമ്മുടെ കൈകളിലുള്ള ഖുർആൻ, യഹ്ദി, അത് വഴി കാണിച്ചു തരുന്നു, ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും അഖ്വമായ, ഖായിമായി നിൽക്കുന്ന, തെളിഞ്ഞു നിൽക്കുന്ന, വ്യക്തതയുള്ള പാതയിലേക്ക് അത് നിങ്ങളെ ക്ഷണിക്കുന്നു. അതിനേക്കാൾ വ്യക്തത നൽകാൻ മറ്റൊരാളുടെ വാക്കുകൾക്കും സാധ്യമല്ല, മറ്റൊരാൾക്കും സാധ്യമല്ല. മനുഷ്യരും ജിന്നുകളും മുഴുവൻ ഒരുമിച്ച് കൂടിയാൽ പോലും ഖുൽ ഇൻ ജിതമഅത്തിൽ ഇൻസു വൽ ജിൻ അലാ അൻ യഅ്തൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിസ്ലിഹി വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ളഹീറാ. നബിയെ പറയുക, കോടാനുകോടി ജിന്നുകളും അവരിലെ ബുദ്ധിജീവികളും കോടാനുകോടി മനുഷ്യരും അവരിലെ ബുദ്ധിജീവികളും എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരു മാർഗദർശനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പോലും കിടയറ്റ ഒരു മാർഗദർശനം മനുഷ്യരുടെ മുന്നിൽ സമർപ്പിക്കാൻ ഈ മനുഷ്യബുദ്ധികൾക്കും ജിന്നുകളുടെ ബുദ്ധികൾക്കും സാധ്യമല്ല എന്നാണ്. എന്നിട്ടാണ് ഖുർആനിന് ബദലായി ചില വ്യക്തികൾ, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും ദുർബലരായ ചില ആളുകൾ രംഗത്ത് വന്ന് ഖുർആനിൻ്റെ മാർഗദർശനത്തെ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ 1, 2, 3, 4, 5, 10, 1000, ലക്ഷമോ അല്ല, എല്ലാ മനുഷ്യരെയും കൂട്ടിക്കോളൂ, എല്ലാ ജിന്നുകളെയും അതിന് പുറമെ കൂട്ടിക്കോളൂ. എല്ലാവരും കൂടി ഇരുന്നാലും പരിശുദ്ധ ഖുർആൻ ഒരു വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്ന, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഖുർആൻ മുന്നോട്ട് വെച്ച ഒരു ആശയത്തേക്കാൾ ഭംഗിയുള്ള, ഗാംഭീര്യമുള്ള, പൂർണ്ണതയുള്ള ഒരു മാർഗം കൊണ്ടുവരിക സാധ്യമേ അല്ല. ഏറ്റവും അഖ്വമായതിലേക്ക് ഖുർആനാണ് വഴി നടത്തുന്നത്. അതാണ് സൂറത്തുൽ ബഖറയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല 1-2 വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അലിഫ് ലാം റാ ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. ഈ വേദഗ്രന്ഥം, ഇതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. തഖ്വയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, നല്ല മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വേദഗ്രന്ഥം മാർഗദർശനം നൽകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ കിടയറ്റ മാർഗദർശനം ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളാവുക, ഖുർആനിനെ ഫോളോ ചെയ്യുന്ന ആളുകളാവുക, ഖുർആനിൻ്റെ അഹ്ലുകാരായി തീരുക. മൂന്നാമത്തത്, പരിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കും, ഹാപ്പി ആയിരിക്കും, എപ്പോഴും അവർ സന്തോഷത്തിലായിരിക്കും. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തു യൂനുസിലെ
57, 58 വചനങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. الله سبحانه وتعالى പറയുന്നു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅത്കും, നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു, മൗഇളതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഒരു സതുപദേശം. ഈ 2 ആയത്തുകളിലെ ഓരോ ലഫ്ളുകളും ശരിക്കും പഠിക്കണം, ഓരോ പദങ്ങളും പഠിച്ചോളൂ. ഒന്ന്, അള്ളാഹുവിൽ നിന്നുള്ള സതുപദേശം. ഒരു ഉപദേശം മനുഷ്യന് നൽകുന്ന ആശ്വാസം എത്രയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ നിരന്തരം ഉപദേശം തേടുന്നവരാണ്. ഉമ്മയോട്, ഉപ്പയോട്, മുതിർന്ന ജ്യേഷ്ഠനോട്, കൂട്ടുകാരോട്, പണ്ഡിതന്മാരോട്, അറിവുള്ള ആളുകളോട് നാം നിരന്തരം ഉപദേശം തേടുന്നു. നമ്മൾ വിഷമത്തിലായിരിക്കെ ഒരാൾ നൽകുന്ന ഉപദേശം എന്തുമാത്രം നമുക്ക് സന്തോഷം നൽകാറുണ്ട്, എന്തുമാത്രം നമുക്ക് ആശ്വാസം നൽകാറുണ്ട്. അപ്പോൾ ഉപദേശം എന്നുള്ളത് മനുഷ്യന് സന്തോഷം നൽകുന്നതാണ്. എങ്കിൽ ആകാശഭൂമികളുടെ സൃഷ്ടാവും എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടാവും നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ സൃഷ്ടാവുമായ അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്കിതാ എന്നിൽ നിന്ന് നല്ല ഉപദേശങ്ങൾ വന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഉപദേശം എത്ര നല്ല ഉപദേശമായിരിക്കും, എത്ര നല്ല നസീഹത്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നസീഹത്ത്. അത് സൃഷ്ടികൾക്ക് സന്തോഷം നൽകാതിരിക്കുമോ? അള്ളാഹു പറയുകയാണ്, ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാവിന് ഉപദേശങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് സലഫുകൾ നിരന്തരം ഖുർആൻ പാരായണക്കാരായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉത്കണ്ഠകളോ പ്രശ്നങ്ങളോ ടെൻഷനുകളോ ഉണ്ടായിരുന്നില്ല. കാരണം നിരന്തരം അള്ളാഹു അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മൗഇളത്ത് കേൾക്കുന്ന ഒരാൾക്ക് എങ്ങനെ സങ്കടമുണ്ടാകും, എങ്ങനെ വിഷമമുണ്ടാകും? ഇനി രണ്ടാമത്തെ വേർഡ് നോക്കൂ, വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നെഞ്ചകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും ശിഫയാണത്, ശമനമാണത്. മരുന്ന് എന്നതിനേക്കാൾ ഉപയോഗിച്ച വേർഡ് ശമനം എന്നാണ്. എന്ന് പറഞ്ഞാൽ ശിഫ ഉറപ്പാണ്, അതുകൊണ്ടാണ് വേർഡ് ഉപയോഗിച്ചത്. ദവാ അല്ല, ശിഫയാണ്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങളിലെ സകല പ്രശ്നങ്ങൾക്കും ശമനമാണ് ഖുർആൻ. നിങ്ങളുടെ എല്ലാ ടെൻഷനുകൾക്കും അവിടെ പരിഹാരമുണ്ട്, നിങ്ങളുടെ വേദനകൾക്ക് അവിടെ ആശ്വാസമുണ്ട്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. മൂന്നാമത്തെ നോക്കൂ, വഹുദൻ, ഇത് മാർഗദർശനമാണ്, വഴിതെറ്റൂല. വറഹ്മ, ഇത് കാരുണ്യമാണ്. ഖുർആൻ കാരുണ്യമാണ്. സൂറത്തുർ റഹ്മാൻ, അർ റഹ്മാൻ, അല്ലാഹു പരമകാരുണ്യകനാണ്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളം അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. ഖുർആൻ ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹു നമ്മെ ഖുർആൻ പഠിപ്പിച്ചു എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ റഹ്മത്താണ്, വറഹ്മതൻ ലിൽ മുഅ്മിനീൻ. അതുകൊണ്ട് ഖുൽ, നബിയെ പ്രഖ്യാപിക്കണം, മനുഷ്യർക്കിടയിൽ മനുഷ്യരോട് പ്രഖ്യാപിക്കണം. എന്താ പ്രഖ്യാപിക്കേണ്ടത്? ബിഫദ്ലില്ലാഹ്, ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. വബിറഹ്മതിഹി, ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ലഭിച്ചതാണ്. ഫബിദാലിക്, അതുകൊണ്ട് ഫൽയഫ്റഹൂ, മനുഷ്യർ ആഹ്ലാദിക്കട്ടെ, സന്തോഷിക്കൂ, എല്ലാവരും ഹാപ്പി ആയിരിക്കൂ, ഫുൾ ടൈം ഹാപ്പി ആയിരിക്കൂ. കാരണം അള്ളാഹു നിങ്ങൾക്ക് ഖുർആൻ തന്നിരിക്കുന്നു. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, മനുഷ്യർ ഒരുമിച്ച് കൂട്ടുന്ന മുഴുവൻ വിഭവങ്ങളെക്കാളും, മുഴുവൻ സമ്പാദ്യങ്ങളെക്കാളും, ദീനാറിനേക്കാളും ദിർഹമിനേക്കാളും, മുന്തിയ വാഹനത്തെക്കാളും, വലിയ വലിയ മണിമാളികകളെക്കാളും എല്ലാം ഖൈറായത് ഖുർആനാണ്. ഖുർആൻ ഉണ്ടോ ഹാപ്പി ആയിരിക്കോ എന്നാണ്. എന്നാൽ പലരും
ഖുർആനിൻ്റെ ആ സന്തോഷം, ആ ആഹ്ലാദം കണ്ടെത്താത്തവരാണ്. അവർ വിചാരിക്കുന്നത് നല്ലൊരു ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് ആഹ്ലാദം, നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കെന്ത് ആഹ്ലാദം, എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലെങ്കിൽ എനിക്കെന്ത് ആഹ്ലാദം, എനിക്ക് വലിയ വീടില്ലെങ്കിൽ എനിക്കെന്ത് ആഹ്ലാദം, എനിക്ക് ബാങ്കിൽ ഒരുപാട് ബാലൻസുകളില്ലെങ്കിൽ എനിക്കെന്ത് ആഹ്ലാദം. ഇങ്ങനെ സമ്പത്തില്ല, സൗന്ദര്യമില്ല, സ്ഥാനമാനങ്ങളില്ല, ജോലിയില്ല, വലിയ പറമ്പില്ല എന്നതൊക്കെ പറഞ്ഞ് ദുഃഖിച്ച് ടെൻഷനടിച്ച് കഴിയുകയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ. എന്നാലോ അവൻ്റെ വീട്ടിൽ, അവൻ്റെ കൈകളിൽ, അവൻ പോകുന്ന പള്ളിയിൽ, അവൻ പോകുന്ന മദ്രസയിലൊക്കെ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പിയുണ്ട്. അവൻ നോക്കുന്ന ദൂരത്ത്, അവൻ്റെ കയ്യെത്താവുന്ന ദൂരത്ത് അവൻ്റെ മുഴുവൻ സന്തോഷങ്ങളും ഉണ്ടായിട്ടും ദുഃഖിച്ച് സങ്കടപ്പെട്ട് എനിക്ക് സ്ട്രെസ്സാണ്, എനിക്ക് ടെൻഷനാണ്, എനിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിയുന്ന മുസ്ലിമീങ്ങളുടെ ദുരവസ്ഥ ആലോചിച്ച് നോക്കൂ. അള്ളാഹു പറയുന്നത് ഫബിദാലിക ഫലിയഫറഹു, ഖുർആനുള്ളപ്പോൾ എന്തിനു ദുഃഖിക്കണം? കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. സൂറത്തു തൗബയിലെ 124 ആയത്ത് നോക്കൂ. വഇദാ മാ ഉൻസിലത് സൂറത്തുൻ, ഒരു അദ്ധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ ഫമിൻഹും, അവരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അഥവാ മുനാഫിഖുകൾ. അവർ ചോദിക്കുകയാണ് മൻ യഖൂലു അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന, ഈ ഒരു അദ്ധ്യായം അവതരിപ്പിക്കപ്പെട്ടിട്ട് നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? അവർ ചോദിക്കുകയാണ്. സൂറത്തുൽ ആസർ ചെറിയ അദ്ധ്യായമാണ്, നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? സൂറത്തുൽ കൗസർ ചെറിയ അധ്യായമാണ്, നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? സൂറത്തുൽ ഇഖ്ലാസ് ചെറിയ അധ്യായമാണ്, നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? അവർ ചോദിക്കാണ്. ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫഅമ്മല്ലദീന ആമനൂ, യഥാർത്ഥ മുഅ്മിനുകൾ, ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങിയവർ, അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയവർ, ഫസാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു എന്ന് മാത്രമല്ല വഹും യസ്തബ്ശിറൂൻ, അവർ ആഹ്ലാദിക്കുകയാണ്. ഒരു സൂറത്തിറങ്ങിയാൽ സ്വഹാബികൾക്ക് ആഘോഷമായിരുന്നു എന്നാണ്. ഒരു സൂറത്തിറങ്ങിയാൽ അവർക്ക് ആഘോഷമായിരുന്നു. ധാരാ പറയുന്നത് അള്ളാഹു പറയാണ്, മനുഷ്യരുടെ മനസ്സറിയുന്ന റബ്ബ് പറയാണ്, സ്വഹാബത്തിൻ്റെ മനസ്സ് കണ്ട അള്ളാഹു പറയുകയാണ്, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ അവർ ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. നമ്മൾ എത്ര അധ്യായങ്ങൾ പഠിച്ചിട്ടുണ്ട്, എത്ര ആയത്തുകൾ പഠിച്ചിട്ടുണ്ട്, എത്ര സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആഹ്ലാദം, ഈ ഒരു സന്തോഷം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പോലും ആഹ്ലാദമാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ മുഴുവൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു വിദ്യാർത്ഥി, ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ എത്രമാത്രം ആഹ്ലാദത്തിലായിരിക്കും, സന്തോഷത്തിലായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളാവുക, അവർക്ക് ജീവിതത്തിൽ സന്തോഷമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തത്, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ കൂടെ എപ്പോഴും റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മലക്കുകൾ ഉണ്ടായിരിക്കും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, നമുക്ക് തണൽ നൽകാനും, നമുക്ക് സക്കീനത്ത് നൽകാനും, നമ്മുടെ മനസ്സിൽ നല്ലത് തോന്നിപ്പിക്കാനും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയാനും മലക്കുകൾ ഖുർആൻ പഠിതാക്കളുടെ കൂടെയുണ്ടാകും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ വ അബീ സഈദിനിൽ ഖുദ്രി അന്നഹുമാ ഷഹിദാ അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവും അവർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതിന് ഞങ്ങൾ സാക്ഷികളാണ്. എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്? ലാ യഖഉദു ഖൗമുൻ, ഒരു സമൂഹവും ഇരിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് ഈ ഒരു സംഘം അതിൽപ്പെട്ടതാണ്. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ശ്രേഷ്ഠത, അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇരുന്നിരിക്കുന്നത്. സ്റ്റേജിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്, സദസ്സിലിരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ലാ യഖഉദു ഖൗമുൻ, ഒരു സംഘവും ഇരിക്കുന്നില്ല, യദ്കുറൂനല്ലാഹ അസ്സ വജൽ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ഖുർആൻ പഠിച്ചുകൊണ്ട്, അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട്. ഈ റിവായത്തിൽ എന്തു പറഞ്ഞിട്ടില്ല?
ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അഥവാ മസ്ജിദുകളിൽ ഇരിക്കുക എന്ന ഷർത്ത് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? മസ്ജിദിലിരുന്നാലും ഇനി മസ്ജിദ് അല്ലാത്ത ഒരു സ്ഥലത്തിരുന്നാലും, മസ്ജിദിലിരുന്നാൽ അതിനൊരുപാട് ശ്രേഷ്ഠത വേറെയുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. എന്നാൽ ഒരു മസ്ജിദ് അല്ലാത്ത സ്ഥലത്ത് നമ്മൾ കൂടിയിരുന്നാൽ പോലും എന്താണ്? ഇല്ലാ ഹഫ്ഫതുഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ സദസ്സിനെ പൊതിയുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ, കളവ് പറയാത്ത റസൂൽ, വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് ഈ സദസ്സിനെ മലക്കുകൾ പൊതിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. 2, വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം നമ്മെ പൊതിയും. ഇതാർക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ? ഇതുപോലെയുള്ള മഹനീയമായ സദസ്സുകൾ ഉപയോഗപ്പെടുത്താതെ വിനോദങ്ങളിലും തോന്നിവാസങ്ങളിലും വൃത്തികേടുകളിലും, കളവ് പറയുന്നതിൽ, കള്ളക്കച്ചവടം ചെയ്യുന്നതിൽ, ഗീബത്ത് പറയുന്നതിൽ, നമീമത്ത് പറയുന്നതിൽ, സംഗീതം ആസ്വദിക്കുന്നതിൽ, മറ്റു വൃത്തികേടുകൾ ചെയ്യുന്നതിൽ വ്യാപൃതരായ ധാരാളം ആളുകളില്ലേ? അവർക്ക് ലഭിക്കുന്നതല്ല ഇത്. അവരെ കാരുണ്യമല്ല പൊതിയുക, മറിച്ച് അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിൻ്റെ ലഅനത്തുമാണ് അവരെ പൊതിയുന്നത്. അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ഖുർആൻ പഠിക്കുന്ന, ഖുർആനിനെ കുറിച്ച് കേൾക്കുന്ന, റബ്ബിനെ കുറിച്ച് പറയാൻ വേണ്ടി ഇരിക്കുന്ന സദസ്സിൽ വഗശിയതുഹുമുർ റഹ്മ, കാരുണ്യം അവരെ പൊതിയും. വനസലത് അലൈഹിമുസ് സക്കീന, സമാധാനമിറങ്ങും. സക്കീനത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്, മലക്കുകൾ പൊതിയലല്ല. കാരണം ഇതിവിടെ വേറെ വേറെ പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ പൊതിയൽ വേറെ, റഹ്മത്ത് പൊതിയൽ വേറെ, സക്കീനത്ത് ഇറങ്ങൽ വേറെ. ഒരു പ്രത്യേക സമാധാനം, ഒരു പ്രത്യേക ആശ്വാസം. ഇതിനും പുറമെ വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു അവൻ്റെ അടുക്കലുള്ള മലഉൽ അലയിൽപ്പെട്ട മലക്കുകളോട് ഈ സദസ്സിനെ കുറിച്ച് പറയും. പ്രവിശാലമായ ഈ മഹാപ്രപഞ്ചത്തിലെ ചെറിയ ഭൂമിയിലെ ഒരുപാട് രാഷ്ട്രങ്ങളിൽപ്പെട്ട ചെറിയൊരു രാഷ്ട്രമായ ഇന്ത്യയിലെ, ഒരുപാട് സ്റ്റേറ്റുകളിൽപ്പെട്ട ഒരു സ്റ്റേറ്റായ കേരളത്തിലെ, ഒരുപാട് ജില്ലകളുള്ള ഒരു ജില്ലയായ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട്, ആ ജില്ലയിലെ ഒരു ചെറിയ പ്രദേശത്തിലെ ഒരു ഓഡിറ്റോറിയത്തിൽ കൂടിയിരിക്കുന്ന ആളുകളെ 7 ആകാശങ്ങൾക്ക് മേലെയുള്ള റഹ്മാനായ റബ്ബ് മലക്കുകളോട് അവരെക്കുറിച്ച് പറഞ്ഞ് ഗർവ് നടിക്കുന്നു പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? അതിനേക്കാൾ വലിയ ആഹ്ലാദം എന്താണ്? ഈ ഹദീസിൽ പറഞ്ഞ 4 കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതം ധന്യമായി, വിജയിച്ചു നമ്മുടെ ജീവിതം. അതിനെന്ത് വേണം? പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ നമ്മളുണ്ടാവണം. ഖുർആനിൻ്റെ പഠിതാക്കളായി നമ്മൾ മാറണം. അഹ്ലുൽ ഖുർആനിൻ്റെ ആളുകളായി നമ്മൾ മാറണം. ഇനി നോക്കൂ, ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ അഹദുക്കും യുസല്ലി മിനൽ ലൈൽ, നിങ്ങളിൽ ഒരാൾ രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ ഫൽയസ്തക്, പല്ല് തേക്കണം. രാത്രി എഴുന്നേറ്റാൽ പല്ല് തേക്കണം, പ്രത്യേകിച്ച് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ. എന്താ കാരണം എന്നറിയുമോ? ഫഇന്ന അഹദക്കും ഇദാ ഖറഅ ഫീ സ്വലാത്തിൻ, നിങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഖുർആൻ ഓതുമ്പോൾ വളഅ മലക്കുൻ ഫാഹു അലാ ഫീ, ഒരു മലക്ക് ആ മലക്കിൻ്റെ വായ നിങ്ങളുടെ വായയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്ന, നമ്മുടെ വായൻ്റെ നേരെ മുന്നിൽ മലക്കിൻ്റെ വായ ഉണ്ടാവും. എന്താണ്? ഖിറാഅത്ത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കൊണ്ട് വരുന്നതാണ് എന്നാണ് ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന റിവായത്തിലുള്ളത്. ഖാമൽ മലക്കു ഖൽഫഹു, ആദ്യം മലക്ക് ബാക്കിൽ നിൽക്കും നമസ്കരിക്കുമ്പോൾ. എന്നിട്ടോ ഫതസമ്മഅ ലിഖിറാഅതിഹി, ഖിറാഅത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ മലക്ക് അതിങ്ങനെ കേൾക്കും. ഫയദ്നൂ മിൻഹു, എന്നിട്ട് മെല്ലെ 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 നമ്മളുടെ അടുത്തേക്ക് വരും. അങ്ങനെ അടുത്ത് വന്ന് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹത്താ യളഅ ഫാഹു അലാ ഫീഹി, ആ മലക്കിൻ്റെ വായ ഖുർആൻ ഓതുന്ന ആ മനുഷ്യൻ്റെ വായയുടെ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്. അത്രക്കും ഇഷ്ടമാണ് മലക്കുകൾക്ക് നമ്മൾ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ. കാരണം എന്താണ്? പല പണ്ഡിതന്മാരും പറഞ്ഞത്, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു ഭൂമിയിൽ എന്ന് പറഞ്ഞപ്പോൾ മലക്കുകളുടെ ആദ്യത്തെ പ്രതികരണം എന്താണ്? ഭൂമിയിൽ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെയാണോ റബ്ബേ നീ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നായിരുന്നു അവരുടെ ചോദ്യം.
അപ്പോൾ അള്ളാഹു നൽകിയ മറുപടി എന്താണ്? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. എനിക്കറിയാത്തത് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നാണ് അള്ളാഹുവിൻ്റെ മറുപടി. അപ്പോൾ രക്തം ചിന്തുന്നവർ മാത്രമാണ് മനുഷ്യർ, കുഴപ്പമുണ്ടാക്കുന്നവർ മാത്രമാണ് മനുഷ്യർ എന്ന് തെറ്റിദ്ധരിച്ച മലക്കുകൾ പിന്നെ കാണുന്നത് എന്താണ്? രാത്രിയുടെ യാമത്തിൽ എല്ലാവരും സുഖലോലുപന്മാരായി ഉറങ്ങിക്കൊണ്ടിരിക്കെ അവിടെ നിന്നും എഴുന്നേറ്റ്, വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ്, പരലോകത്തെ ഭയപ്പെട്ട്, സ്വർഗത്തെ ആഗ്രഹിച്ച്, നരകത്തെ ഭയപ്പെട്ട് റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ വിനയത്തോടുകൂടി ഓതുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ മലക്കിന് വല്ലാത്ത തൃപ്തിയാകുന്നതാണ്. അതുകൊണ്ടാണ് മലക്കിങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഖുർആൻ ഖിറാഅത്ത് നടത്തുന്ന ആളുകളുടെ കൂടെ അത്രയും ചേർന്ന് ഒട്ടി മലക്കുകളുണ്ടാകും. അതിനു പുറമെ വേറെ മലക്കുകൾ കൂട്ടം കൂടി നിൽക്കും. അതിനു പുറമെ റഹ്മത്തിറങ്ങും, അതിനു പുറമെ സക്കീനത്തിറങ്ങും. അതിനു പുറമെ നമ്മൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അള്ളാഹു നമ്മെ മലക്കുകളുടെ സന്നിധിയിൽ ഓർത്തുകൊണ്ടിരിക്കും. എന്നാൽ ചിലരെയൊന്നും അള്ളാഹുവിന് ഓർക്കാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിന് മലക്കുകളോട് പറയാൻ പറ്റാത്ത വിധമാണ് പലരുടെയും കാര്യം. അവർ ഖുർആൻ തുറന്നു നോക്കുന്നേയില്ല. പലരും റമളാനിൽ മാത്രമാണ് ഖുർആൻ ഓതുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആനില്ല. ഖുർആൻ പഠിക്കാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് QHLSൻ്റെ ക്ലാസ്സുകളുണ്ട്, ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകളുണ്ട്, ഖുർആൻ പഠിക്കുന്ന സദസ്സുകളുണ്ട്. പലരും അതിലേക്കൊന്നും പോകുന്നില്ല. പലർക്കും ഖുർആൻ നോക്കി ഓതാൻ പോലും അറിയില്ല. അത്തരം ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പറയാനുണ്ടാകുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെക്കുറിച്ച് നമ്മുടെ റബ്ബ് നിരന്തരം പറയാൻ, നിരന്തരം പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളായി തീരുക. അഞ്ചാമത്തത്, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് വലിയ പക്വതയുണ്ടാകുന്നതാണ്. വിവേകശാലികളായിരിക്കും അവർ. എന്തുകൊണ്ടാണ്? അള്ളാഹു എല്ലാം അറിയുന്നവനും ഹക്കീമുമല്ലേ ആണ്. ഇന്നല്ലാഹ അലീമുൻ ഹക്കീം. അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാണ്. എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അതിന് തുല്യം നിൽക്കാൻ മറ്റൊന്നിന് സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് വസ്ഫ് നടത്തിയത്, ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ വ്യർത്ഥമായതൊന്നും അതിൽ പ്രവേശിക്കുകയില്ല. എന്താണ് കാരണം? ഇത് തൻസീലാണ്. എവിടെ നിന്നുള്ള? മിൻ ഹകീമിൻ ഹമീദ്, സ്തുത്യർഹനും അഗാധജ്ഞനുമായ അള്ളാഹുവിൽ നിന്നാണ്. സ്തുത്യർഹനും അഗാധജ്ഞാനിയുമായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു തൻസീലിൽ വൈരുദ്ധ്യങ്ങളോ പോരായ്മകളോ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ പഠിതാക്കൾക്ക് വമ്പിച്ച ഉൾക്കാഴ്ച ഉണ്ടാകും. നമുക്ക് മറ്റു ഖുർആൻ പഠിക്കാത്ത ആളുകളുടെ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റൂല. നമുക്ക് ചിരി വരും, അല്ലെങ്കിൽ നമുക്ക് കരച്ചിൽ വരും. എന്താണ്? അത്രയും വിവരക്കേടുകളായിരിക്കും പറയുന്നത്. എന്നാൽ പറയുന്ന ആൾ വിചാരിക്കുന്നത് വലിയ തത്വശാസ്ത്രമാണ് പറയുന്നത്. കേൾക്കുന്നവരും കയ്യടിക്കാൻ തുടങ്ങും. അവരൊന്നും മാറ്റിയാൽ എന്നാൽ സത്യത്തിൽ യാതൊരു നിലവാരവുമില്ലാത്ത വാദങ്ങളായിരിക്കും അവർ പറയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾ അങ്ങനെയല്ല. അതിനുള്ള തെളിവ് സൂറത്തുൽ ജാസിയയിലെ 20-ാമത്തെ ആയത്ത് നോക്കുക. അല്ലാഹു ഖുർആനിനെ കുറിച്ച് പറയുന്നത്, ഹാദാ ബസായിറു ലിന്നാസ് വഹുദൻ വറഹ്മത്തുൽ ലിഖൗമി യൂഖിനൂൻ. ഹാദാ, ഇത് അഥവാ ഖുർആൻ, ബസായിറു ലിന്നാസ്, ജനങ്ങൾക്കുള്ള ബസീറത്താണത്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൻ്റെ മർമ്മം കണ്ടെത്താനുള്ള, അതല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ മർമ്മത്തിനാണ് ബസീറത്ത് എന്ന് പറയുന്നത്. ഉൾക്കാഴ്ച, ഒരു വിഷയത്തെ കണ്ടെത്താൻ കഴിയുക, ഒരു വിഷയത്തിൻ്റെ നെല്ലും പതിരും വേർതിരിക്കാൻ കഴിയുക, ഏറ്റവും ഉചിതമായ സന്ദർഭത്തിൽ ഏറ്റവും ഉചിതമായ കാര്യം മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും സാധിക്കുക. ഇതിനാണ് ബസീറത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളുകൾക്കത് വേണം. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ. ഇതാകുന്നു എൻ്റെ മാർഗം,
ഞാൻ അള്ളാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി, ബാത്തിലല്ലാത്തത് കൊണ്ട് തന്നെ തികഞ്ഞ ധൈര്യത്തോടുകൂടി. അപ്പോൾ തികഞ്ഞ ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്ന ഉൾക്കാഴ്ചയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിച്ച ഒരാൾക്ക് ഏതൊരാളുടെ മുന്നിലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ശുബ്ഹാത്ത് കൊണ്ടുവന്നാലും ആ ശുബ്ഹാത്തിനുള്ള റദ്ദ് പറയാൻ പറ്റും. അതിനുള്ള ഒരു തെളിവെന്താ? സൂറത്തുൽ ഫുർഖാനിലെ 33 നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖണ്ഡിക്കാൻ വേണ്ടി അവിശ്വാസികൾ പല ന്യായങ്ങളും കൊണ്ടുവന്നിരുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا. നബിയെ, അവർ എന്തൊരു മിസാല് കൊണ്ടുവന്നാലും, എന്തൊരു ന്യായവുമായി അവർ താങ്കളുടെ അടുക്കൽ വന്നാലും, ഇല്ലാ ജിനാക ബിൽ ഹഖ്, ആ വിഷയത്തിലെ ഹക്ക് ഞാൻ താങ്കൾക്ക് എത്തിച്ചു തരും. വ അഹ്സന തഫ്സീറ, ഏറ്റവും നല്ല തഫ്സീറും പറഞ്ഞു തരും. നല്ല മറുപടി, കുറിക്കൊള്ളുന്ന മറുപടി, അവർക്ക് പറയാൻ ആവശ്യമായ തഫ്സീർ, വിശദീകരണം ഖുർആനിലുണ്ട്. ഖുർആൻ ശരിക്കു പഠിക്കുന്ന ആൾ ഒരാളുടെ ചോദ്യത്തിന് മുന്നിലും പതറുകയില്ല. കാരണം തികഞ്ഞ ഉൾക്കാഴ്ച നൽകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. സൂറത്തു സുമർ 27, വേറെയും ധാരാളം ആയത്തുകളിലുണ്ട്. വലഖദ് ദറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ ലഅല്ലഹും യതദക്കറുൻ. ഈ ഖുർആനിൽ എല്ലാ ഉപമകളും വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മിൻ കുല്ലി മസലിൻ, എല്ലാ ഉപമകളും. ഒരു വിദ്യാഭ്യാസമില്ലാത്ത കർഷകനാണെങ്കിൽ കർഷകന് മനസ്സിലാകുന്ന വ്യാഖ്യാനം, വിശദീകരണം ഖുർആനിലുണ്ട്. ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ സയൻസ് സ്റ്റുഡൻറ്റിന് മനസ്സിലാവുന്ന വ്യാഖ്യാനം ഇതിലുണ്ട്. ആകാശലോകങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ആ സയൻറ്റിസ്റ്റിന് മനസ്സിലാകുന്ന കാര്യം പരിശുദ്ധ ഖുർആനിലുണ്ട്. ഒരു ഡോക്ടർക്ക് മനസ്സിലാകുന്ന ഭാഷ്യം പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇങ്ങനെ നാനാ തുറകളിലുള്ള ആളുകൾക്കും കാര്യങ്ങൾ മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഉപമകളെല്ലാം പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്തിന്? ലഅല്ലഹും യതദക്കറൂൻ, മനുഷ്യർ ചിന്തിച്ചു പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെ എല്ലാ നിലക്കുമുള്ള അറിവും ഉൾക്കാഴ്ചയും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളാവുക, ഖുർആനിനെ ഫോളോ ചെയ്യുന്ന ആളുകളായി, അതിൻ്റെ അഹ്ലുകാരായി നാം മാറുക. ആറാമത്തത്, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളുടെ ജീവിതം അനുഗ്രഹ സമ്പൂർണമായിരിക്കും. എപ്പോഴും അവർക്ക് ബറക്കത്തുണ്ടാകും. മക്കളിൽ, സമ്പത്തിൽ, ശരീരത്തിൽ, അതേപോലെ എന്തെല്ലാമുണ്ടോ അതിലൊക്കെ അള്ളാഹു അവർക്ക് ബറക്കത്ത് നൽകും. എന്താണ് അതിനുള്ള തെളിവ്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 155-ാമത്തെ ആയത്ത് പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹാദാ കിതാബുൻ, ഈ ഗ്രന്ഥം അഥവാ ഖുർആൻ, അൻസൽനാഹു, നബിയെ അതിനെ നാം താങ്കൾക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്നു, മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്, ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. അതിനെ മുറുകെ പിടിച്ചവർ തോറ്റുപോയിട്ടില്ല. ചരിത്രത്തിലെവിടെയും അറിയപ്പെടാതിരുന്ന അറബികൾ ലോകം മുഴുവൻ സംസാര വിഷയമാകുന്ന രൂപത്തിൽ വളർന്നു പന്തലിച്ചത് പരിശുദ്ധ ഖുർആൻ പഠിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമായിരുന്നു. അന്ധകാരങ്ങളിൽ വെച്ച് ഏറ്റവും അന്ധകാരം നിറഞ്ഞ യുഗമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കാലഘട്ടത്തിലെ മനുഷ്യരിൽ നിന്ന് ലോകം മുഴുവൻ സംസ്കാരത്തിൻ്റെ പ്രകാശം ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അവർ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളായതുകൊണ്ട് മാത്രമായിരുന്നു. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാതെ ബറക്കത്ത് നേടിയെടുക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ലെന്ന് നമ്മുടെ സ്രഷ്ടാവ് പറയുമ്പോൾ ആ ഖുർആനിനെ മാറ്റിവെച്ച് വിജയിക്കാമെന്ന് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും തീരുമാനിക്കുന്നത്? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇത് അനുഗ്രഹ സമ്പൂർണമായ ഗ്രന്ഥമാണ്, ഫത്തബിഉ. പക്ഷെ ആ ബറക്കത്ത് കിട്ടാൻ ഖുർആനിൻ്റെ ആളുകളാണ് ഞങ്ങൾ, മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് നടന്നാൽ മാത്രം പോരാ. പിന്നെ ഈ ഖുർആനിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യുന്നവർക്കാണ് ബറക്കത്ത്.
വത്തഖൂ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്. ഇനി ഹദീസിൽ നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫഇന്ന അഖ്ദഹാ ബറക. മുസ്ലിമീങ്ങളെ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ ഖുർആനിലെ ഒരധ്യായമാണ്. 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം, പക്ഷേ ഏറ്റവും വലിയ അധ്യായമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് സൂറത്തുൽ ബഖറയിലാണ്. ഏറ്റവും വലിയ ആയത്തും സൂറത്തുൽ ബഖറയിലാണ്. സൂറത്തുൽ ബഖറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാത്രമല്ല, സ്വഹാബികളെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉദാഹരണത്തിന് തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ സ്വഹാബികൾ ആദ്യഘട്ടത്തിലൊന്ന് പിന്തിരിഞ്ഞോടി. കാരണം യുദ്ധം എതിരായിരുന്നു. ആ പിന്തിരിഞ്ഞോടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവരെ തിരിച്ചു വിളിച്ചത്, യാ അസ്ഹാബ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ ആളുകളെ, നിങ്ങളോടാൻ പാടില്ല. വേറെ ആരോടിയാലും സൂറത്തുൽ ബഖറയുടെ ആളുകൾ ഓടാൻ പാടില്ല. സ്വഹാബത്തെ, സൂറത്തുൽ ബഖറയുടെ അഹ്ലുകാരെ, സ്വഹാബികൾ സൂറത്തുൽ ബഖറയുടെ ആളുകളായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ സൂറത്തുൽ ബഖറ പഠിച്ചാൽ അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിലെ മഹാനായി അറിയപ്പെട്ടിരുന്നു എന്നാണ്. മഹാനായിരുന്നു എന്നാണ്. സൂറത്തുൽ ബഖറ അറിയാമോ? ആ വ്യക്തി ഞങ്ങളുടെ കൂട്ടത്തിലെ മഹാനായിരുന്നു. ഖുർആനിലെ ഒരധ്യായത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ, മുഴുവൻ ഖുർആനും പഠിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മനുഷ്യൻ എത്രമാത്രം വലിയ ബറക്കത്തിലായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സൂറത്തുൽ ബഖറയെ മുറുകെ പിടിച്ചാൽ അത് ബറക്കത്താണ്. വതർക്കഹാ ഹസറ, തീർന്നില്ല, സൂറത്തുൽ ബഖറ പഠിക്കാതിരിക്കൽ വമ്പിച്ച നഷ്ടമാണ്. വതർക്കഹാ ഹസറ, വമ്പിച്ച നഷ്ടമാണ്. വലാ തസ്തതിഉഹൽ ബതല, സിഹ്റിൻ്റെ ആളുകൾക്ക്, കണ്ണേറിൻ്റെ ആളുകൾക്ക്, അതേപോലെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഉപദ്രവിക്കുവാൻ സാധിക്കുകയുമില്ല. അപ്പോൾ സൂറത്തുൽ ബഖറ പഠിക്കുന്നത് പോലും ബറക്കത്താണെങ്കിൽ ഖുർആനിൻ്റെ പഠിതാക്കൾ നിരന്തരം ബറക്കത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. ഏഴാമത്തത്, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കൾ അള്ളാഹുവിൻ്റെ ആളുകളാണ്. നമുക്കറിയാം, സൃഷ്ടികളെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം റബ്ബിനാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എന്നിട്ടും അതിൽ നിന്ന് ഒരു വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു പറയാണ്, അവരെൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാത്രമല്ല അഹ്ല് എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരു വേർഡ് കൂടിയാണ്. അവരെൻ്റെ കുടുംബക്കാരാണ്, അല്ലെങ്കിൽ അഹ്ലുകാരാണ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സ്ഥാനമാണ്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്, ചില അഹ്ലുകാരുണ്ട്, ചില ആളുകളുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, ഖാലൂ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, മൻഹും, അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹും അഹ്ലുൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ ആളുകളാണ്. അഹ്ലുല്ലാഹി വഖാസതുഹു, അവർ അള്ളാഹുവിൻ്റെ അഹ്ലുകാരും അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരുമാണ്. സ്പെഷ്യലാണ് അവർ അള്ളാഹുവിന് എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ടവർ എന്നാണ് അർത്ഥം. ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിക്കാൻ പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും എന്നാണ്. എന്താ കാരണം? നമ്മൾ തന്നെ സാധാരണ പറയാറുണ്ട്, എന്താണ്, നമ്മളോട് ഒരാൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നമ്മൾ പറയും, അതെൻ്റെ വേണ്ടപ്പെട്ട ആളാണ്, എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല. ചിലർ ചോദിക്കും, ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ലല്ലോ, ആ വ്യക്തി ചോദിച്ചപ്പോൾ കൊടുത്തല്ലോ, അതെന്താണ്? അപ്പം നമ്മൾ പറയും, എനിക്ക് തള്ളാൻ പറ്റാത്ത, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല എന്ന് നമ്മൾ പറയാറില്ലേ? എന്നതുപോലെ മനുഷ്യരിൽ നിന്ന് അള്ളാഹു ചിലരെ ഖാസായി തിരഞ്ഞെടുത്താൽ അവർ ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ്. അവർ അഭയം തേടിയാൽ അള്ളാഹു അവരെ സംരക്ഷിക്കുന്നതാണ്. അവർ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. പക്ഷെ അതാരാണ്? അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകളാണ്. ആ ഖുർആനിൻ്റെ ആളുകളാവാൻ, ഖുർആനിൻ്റെ പഠിതാക്കളാവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കുക. എട്ടാമത്തത്, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കൾക്ക് ഈ ലോകത്തും പരലോകത്തും ഉയർന്ന ദറജ അവർക്കാണ്. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ മുജാദല
11-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസികളായ തൗഹീദുള്ള ആളുകളെ അള്ളാഹു പദവികളായി ഉയർത്തുന്നു. വല്ലദീന ഊതുൽ ഇൽമ, ഇൽമ് നൽകപ്പെട്ട ആളുകൾക്കും. ഏതാണ് ഇൽമ് നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ? ഏറ്റവും വലിയ ഇൽമ് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അതിലൂടെ ഇൽമ് നേടുന്ന ആളുകൾക്ക് യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജ എന്നല്ല പറഞ്ഞത്, ദറജാത്ത്, പദവികളാണ്. ഈ ലോകത്തും പരലോകത്തും. പരിശോധിക്കാം എങ്ങനെയാണ് ഈ ലോകത്ത് പദവി. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നാഫിഅ ഇബ്നു അബ്ദുൽ ഹാരിസ് അദ്ദേഹത്തെ മക്കയിലെ ഗവർണറായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചു. മക്കക്കാരുടെ കാര്യം നോക്കണം, പള്ളിയിൽ ഇമാമായി നിൽക്കണം, അങ്ങനെ അവർക്ക് നേതൃത്വം കൊടുക്കണം. ആര്? നാഫിഅ ഇബ്നു അബ്ദുൽ ഹാരിസ്. പക്ഷേ ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ അദ്ദേഹത്തെ ലഖിയ ഉമർ ബി ഉസ്ഫാൻ, ഉസ്ഫാൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച്, മക്കയിൽ പോയ ആളുകൾക്ക് കാണാം, മദീനയിലേക്ക് പോകുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ പേര് എഴുതി വെച്ച് കാണാം, അവിടെ വെച്ച് ഇദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ്. വകാന ഉമറു യസ്തഅമിലുഹു അലാ മക്ക, മക്കയുടെ കാര്യം നോക്കാൻ ഏൽപ്പിച്ച ആളാണ്. ഫഖാല, അപ്പോൾ സ്വാഭാവികമായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നീതിമാനായ ഒരാൾ ചോദിച്ചു, അവിടെ ഏൽപ്പിച്ച ആളെങ്ങനെ ഇവിടെ കാണുക? ഇവിടെ കാണാൻ പാടില്ലല്ലോ. ഇനി അഥവാ കാണുകയാണെങ്കിൽ അവിടെ പ്രതിനിധിയെ നിശ്ചയിക്കണം. മനിസ്തഅമൽത അലാ അഹ്ലിൽ വാദി, അഹ്ലുൽ വാദിയിൽ ആരെയാണ് പകരക്കാരനാക്കി വെച്ചത്? താങ്കളെയല്ലേ ഞാൻ നിശ്ചയിച്ചത്? താങ്കളെ ഇവിടെയാണല്ലോ കാണുന്നത്. എങ്കിൽ അവിടെ പകരം ആരെയാണ് നിശ്ചയിച്ചത്? നമസ്കാരത്തിന് നേതൃത്വം നൽകാനും അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമെല്ലാം. അപ്പോൾ പറഞ്ഞു, ഫഖാല ഇബ്നു അബ്സ, ഇബ്നു അബ്സയാണ് ഏൽപ്പിച്ചത്. അദ്ദേഹത്തെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. അദ്ദേഹം ചോദിച്ചു, മൻ ഇബ്നു അബ്സ, ഈ ഇബ്നു അബ്സ എന്ന് പറയുന്ന ആളാരാണ്? അപ്പോൾ പറഞ്ഞു, മൗലൻ മിൻ മവാലീന, നാം മോചിപ്പിച്ച അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ്. ഏത് കാലഘട്ടത്തിലാണത് പറയുന്നത് നോക്കണം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടിമകളുടെ അവസ്ഥ എന്തായിരുന്നു എന്നറിയാം. മനുഷ്യരെ അടിമകളാക്കി വെച്ച് അവരുടെ എല്ലാ നിലക്കുമുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, അവരെ ഒന്നുമല്ലാത്തവരായി പരിഗണിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് അവരുടെ മോചനവുമായി ഇസ്ലാം കടന്നു വരുന്നത്. അപ്പോഴാണ് പറഞ്ഞത് ഒരടിമയാണ്. അടിമയെ കൊച്ചാക്കിയത് കൊണ്ടല്ല, മറിച്ച് അടിമകളാകുമ്പോൾ അവർക്ക് വേണ്ടത്ര അറിവ് കിട്ടിയിട്ടുണ്ടാവില്ല. മറ്റൊരാളുടെ കീഴിൽ നിൽക്കേണ്ട ആൾക്കെങ്ങനെയാണ് ഒരു രാജ്യത്തെ, മക്കയെ ഭരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ പറ്റുക? അതുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരല്പം രോഷത്തോടു കൂടി തന്നെ ചോദിച്ചു, ഒരു അടിമകളിൽപ്പെട്ട ഒരാളെയാണോ? ഫസ്തഖ്ലഫ്ത അലൈഹിം മൗലൻ, അടിമകളിൽപ്പെട്ട, അതല്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ട ഒരു അടിമയെയാണോ താങ്കൾ അവരുടെ കാര്യം നിശ്ചയിച്ചത്? അപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി എന്താണ്? താങ്കൾ അദ്ദേഹത്തെ ചെറുതായി കാണണ്ട. ഇന്നഹു ഖാരിഉൽ കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബ് നന്നായി അറിയുന്ന ആളാണ്, ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന ആളാണ്, ഖുർആനിൽ ഇൽമുള്ള ആളാണ്. വ ഇന്നഹു ആലിമുൻ ബിൽ ഫറായിദ്, ഇൽമുൽ ഫറായിദിൽ വരെ ഇൽമുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ സ്വത്ത് എങ്ങനെയാണ് വിഭജിക്കേണ്ടത് എന്ന വിഷയത്തിൽ എക്കാലഘട്ടത്തിലും മുസ്ലിമീങ്ങളിൽ എണ്ണപ്പെട്ട ആളുകളെ അതിലുണ്ടായിട്ടുള്ളൂ. ഈവൻ സ്വഹാബികൾക്കിടയിൽ പോലും അനന്തരാവകാശ സ്വത്ത് എങ്ങനെയാണ് വിഭജിക്കേണ്ടതെന്ന വിഷയത്തിൽ സമഗ്ര ഇൽമുള്ളവർ കുറവായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് അതിൽ അറിവുണ്ട് എന്നാണ് പറഞ്ഞത്. അത് കേട്ടതോടുകൂടി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ശാന്തനായി. കാരണം അറിവിൻ്റെ മഹത്വം അദ്ദേഹത്തിന് അറിയാം, ഖുർആനിൻ്റെ മഹത്വം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഓർക്കുകയാണ്. ആ ഹദീസ് അദ്ദേഹത്തിന് കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിങ്ങളുടെ നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ
വയളഉ ബിഹി ആഖരീൻ. അല്ലാഹു ഈ ഖുർആനിലൂടെ ചിലരെ പല പദവികൾ ഉയർത്തുന്നു, വേറെ ചില ആളുകളെ അല്ലാഹു താഴ്ത്തിക്കളയുകയും ചെയ്യുന്നു. ഖുർആനിലൂടെ പദവികൾ ഉയരുന്നതാണ്. ഒരാളുടെ ഇൽമ്, അയാളുടെ ഫിഖ്ഹ്, അയാളുടെ ബസീറത്ത്, ഉൾക്കാഴ്ച തുടങ്ങിയതെല്ലാം ലഭിക്കാൻ കാരണമായി തീരുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ പഠനമാണ്. അതുകൊണ്ട് ഞാൻ എന്നെയും ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളെയും ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളെയും തങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയുമെല്ലാം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖാലൽ മൈമൂനി, ഇമാം മൈമൂനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, സഅൽതു അബാ അബ്ദില്ലാഹ്, ഞാൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അയ്യുഹുമാ അഹബ്ബു ഇലൈക് അബ്ദഉ ഇബ്നി ബിൽ ഖുർആൻ ഔ ബിൽ ഹദീസ്, ഞാൻ എൻ്റെ മോനെ ഖുർആനാണോ പഠിപ്പിക്കേണ്ടത് അതല്ല ഹദീസ് പഠിപ്പിച്ചുകൊണ്ടാണോ തുടങ്ങേണ്ടത്? എന്താ ഞാൻ എൻ്റെ മകനെ ആദ്യം പഠിപ്പിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ മറുപടി ബിൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കണം. ആദ്യം ഖുർആൻ പഠിക്കട്ടെ, ഹാഫിളാവട്ടെ കുട്ടി, ഖുർആനുമായി ബന്ധപ്പെടട്ടെ. ഖുൽതു ഉഅല്ലിമുഹു കുല്ലഹ്, മുഴുവൻ ഹാഫിളാക്കണോ? അപ്പം അദ്ദേഹം പറഞ്ഞത് ഇല്ലാ അൻ യഅസുറ ഫതുഅല്ലിമഹു മിൻ, ബുദ്ധിമുട്ടില്ലെങ്കിൽ അവനെ ഹാഫിളാക്കണം. എന്നാൽ ചില കുട്ടികൾക്ക് എത്ര ശ്രമിച്ചാലും ഹിഫിളാക്കാൻ പറ്റൂല. അവരെ ബുദ്ധിമുട്ടിക്കരുത്. നീ ഹാഫിളായേ തീരൂ, എത്ര കൊല്ലമെടുത്താലും അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഹിഫിളാക്കാൻ കഴിവുള്ള കുട്ടികളാണോ മുഴുവൻ പഠിപ്പിക്കുക, ഇല്ലെങ്കിൽ അല്പമെങ്കിലും പഠിപ്പിക്കുക, പറ്റ ഒഴിവാക്കണ്ട. പിന്നെയോ അവർ കുറച്ചെങ്കിലും ഖുർആൻ പഠിക്കട്ടെ. കാരണം ഖുർആൻ പഠിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബറക്കത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖതീബുൽ ബഗ്ദാദി അദ്ദേഹത്തിൻ്റെ അൽ ജാമിഉ ലി അഖ്ലാഖിർ റാവി വ ആദാബിസ് സാമിഅ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നത്, യംബഗി ലിത്താലിബ്, ഖുർആൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അൻ യബ്ദഅ ബിഹിഫ്ളി കിതാബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിൻ്റെ കിതാബ് ഹിഫ്ളാക്കി തുടങ്ങട്ടെ, ഖുർആൻ പഠിക്കട്ടെ, ഖുർആൻ ഹിഫ്ളാക്കട്ടെ. അവർ ഇദ് കാന അജല്ലൽ ഉലൂമി വ ഔലാഹാ ബിസ്സബ്ഖി വത്തഖ്ദീം, അറിവുകളിൽ ഏറ്റവും മഹത്വമേറിയത് ഖുർആനാണ്. ഉമ്മുൽ ഇൽം, എല്ലാ അറിവിൻ്റെയും കേന്ദ്രം ഖുർആനാണ്. അജല്ലുൽ ഉലൂം, മഹത്വമേറിയ വിജ്ഞാനങ്ങളുടെ ശേഖരമാണ് പരിശുദ്ധ ഖുർആൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദങ്ങളുടെ സംഗ്രഹമാണ് ഖുർആൻ. അതുകൊണ്ടാണ് മുഹൈമിനൻ അലൈഹി എന്ന് പറഞ്ഞത്. സകല വേദങ്ങളുടെയും മോഡറേറ്ററാണ് ഖുർആൻ. ആ വിജ്ഞാനങ്ങളല്ല, ആദം നബി മുതൽക്ക് ഇങ്ങോട്ടുള്ള വിജ്ഞാനങ്ങൾ മുഴുവൻ ഖുർആനിലുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് മക്കൾ ഖുർആൻ പഠിക്കട്ടെ എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മജ്മൂഇൽ രേഖപ്പെടുത്തുന്നത്, വ അവ്വലു മാ യുബ്തദഉ ബിഹി ഹിഫ്ളുൽ ഖുർആനിൽ അസീസ് ഫഹുവ അഹമ്മുൽ ഉലൂം, ഖുർആൻ കൊണ്ട് തുടങ്ങൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ് ഖുർആനാണ്. വകാന സലഫു ലാ യുഅല്ലിമൂനൽ ഹദീസ വൽ ഫിഖ്ഹ ഇല്ലാ ലിമൻ ഹഫിളൽ ഖുർആൻ, സലഫുകൾ ഖുർആൻ ഹിഫ്ളാക്കാത്തവർക്ക് ഹദീസോ ഫിഖ്ഹോ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ ഫിഖ്ഹല്ല ഉദ്ദേശം. ഫിഖ്ഹിൻ്റെ മസ്അലകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹദീസിൻ്റെ പഠനം, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഖുർആൻ പഠിക്കുക. എന്തിനാണ്? ഒരാളുടെ മെമ്മറിയിലും പഠിക്കാനുള്ള കഴിവിലും ഖുർആൻ പഠിച്ചു തുടങ്ങിയാൽ ബറക്കത്തുണ്ടാകും. നമ്മുടെ മക്കൾ ഖുർആൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം കൊടുത്തു നോക്കൂ, മറ്റെല്ലാവരേക്കാളും നല്ല മാർക്ക് അവർക്കുണ്ടാകും, നല്ല ഗ്രാഹ്യതയുണ്ടാകും, നല്ല പക്വതയുണ്ടാകും. കാരണം ഖുർആൻ പഠിക്കുമ്പോൾ ഒരു പ്രത്യേക സക്കീനത്തും റഹ്മത്തും മലക്കുകളുടെ പ്രാർത്ഥനയും സാന്നിധ്യവും ആ കുട്ടിയുടെ കൂടെ ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ കുട്ടികൾക്കും ബാധകമാണ്. ആ മക്കളുടെ കൂടെ അതുണ്ടാകും. അതിൻ്റെതായ ഒരു ബറക്കത്ത് അതിന് ശേഷമുണ്ടാകും. ഈ കാര്യം ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൻ്റെ ചില മഹത്വങ്ങൾ ഹദീസിൽ വന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നതാണ്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ അവസാനിപ്പിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്,
ഒരു ജനതയ്ക്ക് ഇമാമായി നിൽക്കേണ്ടത് ഖുർആനിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാണ്. നമ്മളൊരു പള്ളിയിൽ ഇമാമായി നിർത്തേണ്ടത് ഖുർആനിൽ അഥവാ നല്ല ഭംഗിയായി ഖുർആൻ ഓതാൻ അറിയുന്ന, തെറ്റുകൂടാതെ ഓതാൻ അറിയുന്ന ആളുകൾ ഇമാമായി നിൽക്കണം. ഫഇൻ കാനൂ ഫിൽ ഖിറാഅത്തി സവാഅൻ. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച വേർഡ് ഫഇൻ കാനൂ ഫിൽ ഖിറാഅ എന്ന് പറഞ്ഞാൽ ഖുർആൻ എങ്ങനെയെങ്കിലും ഓതിയാൽ പോരാ, അത് ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. ഖുർആൻ സാവകാശത്തിലും ശബ്ദം നന്നാക്കിയും തജ്വീദോടുകൂടിയും ഓതണം. ഇങ്ങനെ തജ്വീദോടുകൂടി ഖുർആൻ ഭംഗിയായി ഓതാൻ കഴിവുള്ള ഹാഫിളീങ്ങൾക്ക് ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഇബാദത്തായ നമസ്കാരം അത് ജമാഅത്തായി നിർവഹിക്കുമ്പോൾ മുന്നിലേക്ക് കയറി നിൽക്കാനുള്ള അർഹത ആ വ്യക്തിക്കാണെന്ന് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഇതിനേക്കാൾ വലിയ മഹത്വം എന്താണുള്ളത്? നിസ്കരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വമ്പിച്ച ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതുവരെ രോഗത്തിൻ്റെ കാഠിന്യമുള്ള ചില വക്തുകളിലൊഴികെ ബാക്കി മുഴുവൻ സമയവും അള്ളാഹുവിൻ്റെ റസൂലാണ് അവർക്ക് മദീന പള്ളിയിൽ ഇമാമായി നിന്നത്. അതിനേക്കാൾ വലിയ ശ്രേഷ്ഠത വേറെ ഇല്ലെന്ന് മനസ്സിലാക്കണം. ദുനിയാവിലെ ഒരു മഹത്വമാണത്. ഇനി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലമ്മ ഖദിമൽ മുഹാജിറൂനൽ അവ്വലൂൻ അൽ ഉസ്ബ, മുഹാജിറുകളിൽപ്പെട്ട ആദ്യ സംഘം ഉസ്ബ എന്ന പ്രദേശത്ത് അഥവാ ഖുബയുടെ പരിസരത്ത്, ഖുബാ പള്ളിയിൽ അവിടെ വന്നപ്പോൾ ഖബ്ല മഖ്ദമി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടില്ല. അപ്പോൾ അവിടെ നമസ്കാരം നടക്കണം. ആര് ഇമാമ് നിൽക്കും? ഇതൊരു ചോദ്യമാണല്ലോ. അവരൊക്കെ സ്വഹാബികളാ, അവരെല്ലാവരും സ്വഹാബികളാണ്. പക്ഷേ ആര് ഇമാമ് നിൽക്കും? പ്രായമുള്ളവരുണ്ടാവാം, മറ്റൊരുപാട് പണമുള്ളവരുണ്ടാവാം. പക്ഷേ അദ്ദേഹം പറയുന്നത് കാന യഉമ്മുഹും സാലിമുൻ മൗലാ അബീ ഹുദൈഫ, അബൂ ഹുദൈഫ മോചിപ്പിച്ച അടിമയായ സാലിമാണ് അവർക്ക് ഇമാമ നിന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 4 ആളുകളിൽ നിന്ന് ഖിറാഅത്ത് പഠിക്കണമെന്ന് പറഞ്ഞവരിൽ ഒരാളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ എണ്ണപ്പെട്ട ആളാണ് സാലിം മൗല അബി ഹുദൈഫ. അബൂ ഹുദൈഫയുടെ മോചിപ്പിച്ച അടിമയായ സാലിം, അദ്ദേഹമാണ് ഇമാമ് നിന്നത്. എന്താ കാരണം? വകാന അക്സറുഹും ഖുർആനാ, ആ സഹാബികളിൽ എല്ലാവരെയും പരിശോധിച്ചാൽ ഇദ്ദേഹത്തിനായിരുന്നു ഏറ്റവും നല്ല ഖിറാഅത്ത്, ഏറ്റവും നല്ല ഹിഫ്ളും. അതുകൊണ്ട് അവരായിരുന്നു ഇമാമ് നിന്നത്. ദുനിയാവിലെ ഏറ്റവും നല്ല സ്ഥാനത്തിന് അർഹൻ ഖുർആനിൽ അറിവുള്ളവരാണ്. ഇനി ചിന്തിക്കൂ, നാം ഖുർആനിൽ നിന്ന് അകലുകയാണോ വേണ്ടത്? അതല്ല ഖുർആനിൻ്റെ പഠിതാക്കളായി ആവേശപൂർവ്വം ഖുർആൻ പഠിക്കാൻ വേണ്ടി വരികയാണോ ചെയ്യേണ്ടത്? ഇനി നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്മഉ ബൈന റജുലൈനി മിൻ ഖത്ലാ ഉഹുദിൻ ഫീ സൗബിൻ വാഹിദിൻ ثم يقول أيهم أكثر أخذا للقرآن. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബികൾ, ഷഹീദായി അല്ലാതെ സാധാരണ നിലക്കുള്ള മരണമല്ല, ഷഹീദായ 2 സ്വഹാബി, ഇവരെ 2 ആളെയും ഒരു ഖബറിലേക്കാണ് വെക്കേണ്ടത്. കാരണം സ്ഥലം കുറവുണ്ട്, ഖബറുകൾ കുറവാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളെ ഒരു ലഹദിൽ, ഒരു ഖബറിൽ വെക്കണം. അപ്പോൾ 2 പേരും ഷഹീദാണ്. ഇവരിൽ ആരെയാണ് ആദ്യം വെക്കേണ്ടത്? അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും, ഈ ഖബറിലേക്ക് ആദ്യം വെച്ചാലും രണ്ടാമത് വെച്ചാലും എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഷഹീദുകൾക്ക് പ്രത്യേകിച്ചും പ്രത്യേകതയുണ്ട്. എന്താണ്? ഷഹീദുകൾക്ക് ഖബറിലേക്ക് വെക്കുമ്പോഴേക്ക് സ്വർഗത്തിൻ്റെ സുഖാനുഗ്രഹങ്ങളിൽ ചിലത് ലഭിക്കുന്നതാണ്. ഇതെല്ലാവർക്കുമുണ്ട്, ഷഹീദുകൾക്കത് കൂടുതലാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അത് ആസ്വദിക്കാൻ ആർക്കാണ് ആദ്യം ചാൻസ്? 2 ആളുണ്ട്, ഇതിൽ ആർക്കാണ് അത് ആസ്വദിക്കേണ്ടത്? അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് ചോദിക്കുകയാണ്, ആർക്കാണ് കൂടുതൽ ഖുർആൻ അറിയുന്നത്? ഫൈദാ ഉശീറ ലഹു ഇലാ അഹദിഹിമാ, ഈ 2ൽ ഇന്ന ആൾ കൂടുതൽ ഖുർആൻ അറിയുന്ന ആളാണെന്ന് പറയപ്പെട്ടാൽ ഖദ്ദമഹു ഫിൽ ലഹദ്, അല്ലാഹുവിൻ്റെ റസൂല് ലഹദിലേക്ക് ആദ്യം വെച്ചത് ആ വ്യക്തിയെയാണ്. ഒരുപാട് പോയിന്റുകളുള്ള ഹദീസാണ്, പക്ഷെ അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ 2 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്ന്,
ഖബറിലേക്ക് വെക്കുമ്പോൾ പോലും മുൻഗണന കൂടുതൽ ഖുർആൻ അറിയുന്ന ആൾക്കാണ്. രണ്ടാമത്തത്, ഈ രണ്ട് ആളുകളിൽ ഖുർആൻ കൂടുതൽ അറിയുന്നത് ആർക്കാണ് എന്ന് സ്വഹാബികൾക്കറിയാമായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ ഖുർആൻ ഓതുന്ന ആളുകളെ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. ഇന്നേക്കാൾ കൂടുതൽ ഇന്ന ആൾക്കറിയാം, ഇന്ന ആൾക്ക് ഇത്ര അറിയാം, ആ ആൾക്ക് സൂറത്തുൽ ബഖറ അറിയാം, ഈ ആൾക്ക് ആലു ഇമ്രാൻ അറിയാം എന്നവർക്കറിയാമായിരുന്നു. കാരണം അത്രയും അവർ ഖുർആനിൻ്റെ ആളുകളെ പരിഗണിച്ചിരുന്നു, ഖുർആനിൻ്റെ ആളുകൾക്ക് ബഹുമാനം നൽകിയിരുന്നു. സ്വഹീഹായ ഹദീസിൽ വന്നതല്ലേ, ഇന്ന മിൻ ജിലാലില്ലാഹി തആല ഇക്റാമതി ശൈബത്തിൽ മുസ്ലിം വഹാമിലിൽ ഖുർആനി ഗൈരിൽ ഗാലി ഫീഹി വൽ ജാഫി അൻ. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ്, ശരിക്കും ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പ്രായം ചെന്നവരെ ബഹുമാനിക്കൽ, ഖുർആനിൻ്റെ ആളുകളെ ആദരിക്കൽ. അല്ലാതെ ഖുർആനിൻ്റെ ആളുകളാന്ന് പറഞ്ഞാൽ അവർ മോശക്കാർ, വളരെ മോശക്കാരായ ആളുകൾ, വലിയ ദർജയൊന്നും നൽകേണ്ടതില്ലാത്ത ആളുകൾ, പള്ളി കഴുകാനും വൃത്തിയാക്കാനും പള്ളിയിലെ ടോയ്ലറ്റ് കഴുകാനും ബാങ്ക് കൊടുക്കാനും അങ്ങനെ പള്ളിയിലെ നിസ്കാരമൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന കേവലം ചില ഉദ്യോഗസ്ഥർ, അങ്ങനെയല്ല, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. അത് റഹ്മാനായ റബ്ബിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ്. കാരണം അവർ പഠിച്ച കലാം ആരുടെ കലാമാ? അള്ളാഹുവിൻ്റെ കലാമാണ്. ഈ ഗ്രന്ഥം ആരുടേതാണ്? റബ്ബിൻ്റെതാണ്. മനുഷ്യനിർമ്മിതമായ പ്രത്യയശാസ്ത്രങ്ങളോ മനുഷ്യൻ കണ്ടെത്തിയ ഏതെങ്കിലും സയൻസുകളോ പഠിക്കുമ്പോഴേക്ക് അവരെയൊക്കെ വലിയ ആളുകളായി കാണുന്നവരെ അള്ളാഹുവിൻ്റെ കിതാബ് പഠിച്ച ആളുകൾക്ക് മഹത്വം കൽപ്പിക്കാതിരിക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിച്ച ആളുകളെ അവർ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണത് റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സാധിച്ചത്. അവർക്ക് അല്ലാഹുവിൻ്റെ റസൂൽ ലഹദിൽ പോലും ഖബറിൽ പോലും മുൻഗണന നൽകി. ശരി, ഇനി ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു രംഗമുണ്ട്. ഒന്നും അള്ളാഹുവിൻ്റെ റസൂൽ വിട്ടുപോയിട്ടില്ല, അൽഹംദുലില്ലാ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇൻഷാ അള്ളാഹ് ഈ ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇതിൽ സ്വർഗത്തിലേക്ക് കടക്കുന്നത് വരെയുള്ള എല്ലാമുണ്ട് ഈ ഹദീസിൽ. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹിബ്നു ബുറൈദ അൻ അബി, അഥവാ ബുറൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതു ജാലിസൻ ഇൻദൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫസമിഅ്തുഹു യഖൂൽ, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? തഅല്ലമൂ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പഠിക്കണം. നേരത്തെ പറഞ്ഞ റിവായത്തിൽ, ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലുള്ളത് ഇഖ്റഊ എന്നാണ്, അത് മിനിമാണ്. ഇത് തഅല്ലമൂ, പഠിക്കണം, സൂറത്തുൽ ബഖറ. ഫഇന്ന അഖ്ദഹാ ബറക വതർകഹാ ഹസ്റ വലാ യസ്തതിഉഹാ അൽ ബതല. ഞാൻ അർത്ഥം നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സുമ്മ ഖാല, എന്നിട്ട് റസൂലുള്ളാഹി വീണ്ടും പറയാണ്, തഅല്ലമൂ സൂറത്തുൽ ബഖറ വ ആലി ഇമ്രാൻ, നിങ്ങൾ സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും പഠിക്കണം. കാരണം സൂറത്തുൽ ബഖറയോട് കടപിടിച്ച് നിൽക്കുന്ന ചാപ്റ്ററാണ് സൂറത്തു ആൽ ഇമ്രാൻ. അർത്ഥം മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൽ ബഖറയും സൂറത്തു ആൽ ഇമ്രാനും നിങ്ങൾ പഠിക്കണം. കാരണം ഫഇന്നഹുമ സഹറാവാനി യുദില്ലാനി സാഹിബഹുമാ യൗമൽ ഖിയാമ, ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ കൊണ്ടുവരപ്പെടുന്ന മഹ്ശറിൽ, പ്രിയപ്പെട്ടവരെ, ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ കൊണ്ടുവരപ്പെടുകയും 50,000 വർഷത്തെ ദൈർഘ്യമുള്ള ഒരു നിൽപ്പ് മഹ്ശറിൽ മനുഷ്യർ നിൽക്കുകയും ചെയ്യുന്ന, സത്യസന്ധമായും വന്നു ഭവിക്കുന്ന ഈ ലോകം എത്രമാത്രം സത്യമാണോ, ഞാൻ സംസാരിക്കുന്നത് എത്രമാത്രം സത്യമാണോ, അത് നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ കേൾക്കുന്നത് എത്രമാത്രം സത്യമാണോ, അതുപോലെ സത്യമായി ഭവിക്കാൻ പോകുന്ന മഹ്ശറിൽ സൂറത്തുൽ ബഖറയും സൂറത്തു ആൽ ഇമ്രാനും 2 തണലുകളായിട്ടിങ്ങനെ, 2 പ്രകാശങ്ങളായി, 2 തണലുകളായി മുസ്ലിമീങ്ങളുടെ മേലെ ഉണ്ടാകും. കഅന്നഹുമാ ഗമാമതാൻ ഔ ഗയായതാൻ ഔ ഫിർഖാനി മിൻ ത്വയ്രിൻ സവാഫ്. 2 തണലുകൾ പോലെ, 2 മേഘക്കൂട്ടങ്ങൾ പോലെ, അല്ലെങ്കിൽ 2 പക്ഷികളുടെ കൂട്ടങ്ങൾ പോലെ സൂറത്തുൽ ബഖറയുടെയും സൂറത്തു ആൽ ഇമ്രാനിൻ്റെയും പ്രതിഫലം അങ്ങനെ അവരുടെ മേലെ
തണലായി നിൽക്കുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അടുത്ത വാചകമൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ ശരിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, നമുക്ക് ആശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. വ ഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഖിയാമ ഹീന യൻഷഖു അൻഹു ഖബ്റുഹു കർറജുലി ഷാഹിബ്. സൂറെന്ന കാഹളത്തിൽ രണ്ടാമത്തെ ഊത്ത് നടക്കുമ്പോൾ, കാരണം ഒന്നാമത്തെ ഊത്തിൽ എല്ലാവരും മരിക്കും, പിന്നെ അള്ളാഹു നിശ്ചയിച്ച കാലം അത്രയും കടന്നുപോകും. രണ്ടാമത്തെ ഊത്ത് വലിയ ദൈർഘ്യമുണ്ടാകും അവ രണ്ടിനുമിടയിൽ. രണ്ടാമത്തെ ഊത്ത് നടക്കുമ്പോൾ ഖബറിൽ നിന്ന് ഫൈദാഹും ഖിയാമുൻ യൻളുറൂൻ, നോക്കിക്കൊണ്ട് അവർ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് അള്ളാഹു പറഞ്ഞില്ലേ? അങ്ങനെ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനതാ മുന്നിൽ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉമ്മയില്ല, ഉപ്പയില്ല, ഇണകളില്ല, നേതാക്കളില്ല, രാജാക്കന്മാരില്ല, ആരുമില്ല, നമ്മൾ മാത്രമല്ല. ഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ, ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ ആരും കൂടെയില്ലാതെ ഖബറിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ കണ്ടുമുട്ടുന്നതാണ്. ഒരു ക്ഷീണിച്ച യുവാവിൻ്റെ വേഷത്തിൽ അള്ളാഹു ഖുർആനിൻ്റെ പ്രതിഫലത്തെ പറഞ്ഞയക്കും. ഫയഖൂലു ലഹു, എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നതാണ്, എന്ത്? ഹൽ താരിഫുനി, എന്നെ അറിയാമോ? മഹ്ശറിൽ, ഖിയാമത്ത് നാളിൽ, വലിയ ഗാംഭീര്യമുള്ള ആ ദിവസത്തിൽ ഒരാൾ വന്ന് എന്നെ അറിയാമോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ആശ്വാസം മനസ്സിലുണ്ടാകും. അപ്പോൾ പറയും, മാ ആരിഫുക്, എനിക്കറിയില്ല, കാരണം ഇങ്ങനൊരു രൂപം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മാ ആരിഫുക്, എനിക്കറിയില്ല. അപ്പോൾ ഖുർആൻ പറയുന്നതാണ്, എന്ത്? അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ്. മനസ്സിലായില്ലേ? ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ്. അല്ലദീ അളമഅതുക ഫിൽ ഹവാജിരി വ അസ്ഹർതു ലൈലക്, ചൂടേറിയ പകലുകളിൽ ഫജ്ർ മുതൽ മഗ്രിബ് വരെ നോമ്പനുഷ്ഠിച്ച് നീ ദാഹിക്കാൻ കാരണമായത് ഞാൻ കാരണമാണ്. എന്താ പറഞ്ഞത്? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. റമളാനിൽ നമുക്ക് നോമ്പ് നിർബന്ധമായുള്ള കാരണം എന്താ? ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട്. അപ്പോൾ ഖുർആൻ അന്ന് പറയുന്നതാണ്, ഞാൻ കാരണമാണ് നീ നോമ്പ് നോറ്റ് ദാഹിച്ചത്, നിനക്ക് വിശപ്പുണ്ടായത് ഞാൻ കാരണമാണ്. എന്നെ മനസ്സിലായില്ലേ? പിന്നെയോ, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയിൽ നീ എഴുന്നേറ്റു നമസ്കരിച്ചത് ഖുർആൻ ഓതിക്കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ നബിയോട് പറഞ്ഞത്, നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. രാത്രിയുടെ പകുതിയോ അതിനേക്കാൾ കുറച്ചോ കൂടുതലോ എഴുന്നേറ്റ് നമസ്കരിക്ക്, സാവകാശത്തിൽ ഖുർആൻ ഓത്. അപ്പോൾ ഖുർആൻ ഓതിയപ്പോൾ നിനക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു, ഉറക്ക് നഷ്ടപ്പെട്ടില്ലേ? ഞാൻ കാരണമാണ്, അപ്പം എന്നെ മനസ്സിലായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുമെന്നാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയും, വ ഇന്ന കുല്ല താജിരിൻ മിൻ വറാഇ തിജാറതിഹി, ഓരോ കച്ചവടക്കാരും അതിൻ്റെ പിന്നാലെയാണ് കൂടിയിട്ടുള്ളത്. മഹ്ശറിൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ കർമ്മഫലങ്ങൾക്ക് പിന്നാലെയാണ്. എന്നാൽ നീയോ, വ ഇന്നകൽ യൗമ മിൻ വറാഇ കുല്ലി തിജാറത്തിൻ, ഇന്ന് എല്ലാ നല്ല കച്ചവടങ്ങളുടെയും പിന്നാലെ നീയുണ്ട് എന്ന് പറഞ്ഞാൽ, വറാഇ കുല്ലി തിജാറ എന്ന് പറഞ്ഞാൽ എല്ലാ വഴിക്കുമുള്ള പ്രതിഫലം ഖുർആനിൻ്റെ ആൾക്കാണ് എന്നർത്ഥം. നാനാ വഴിക്ക് നോക്കിയാലും പ്രതിഫലമാണ്. ആർക്ക്? അഹ്ലുൽ ഖുർആനിൻ്റെ ആളുകൾക്ക്. അങ്ങനെ ഫയുഅ്തൽ മുൽക ബിയമീനി, വലതു ഭാഗത്തൊരു പ്രത്യേക ആധിപത്യം കൊടുക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്, മഹ്ശറിൽ ഒറ്റക്കാണ്, ആരുമില്ല, പക്ഷേ ഒരു ഹുജ്ജത്ത് നമ്മുടെ വലത് ഭാഗത്തുണ്ടാകും. വൽ ഖുൽദ ബിശിമാലി, ഇടത് ഭാഗത്ത് സ്ഥിരവാസവും എന്ന് പറഞ്ഞാൽ ഇനി മരണമില്ല. മരണമില്ല. ഇവിടെ പറഞ്ഞ മുൽക്ക് എന്ന് പറഞ്ഞാൽ വഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ, നീ ആ സ്വർഗത്തെ കണ്ടാൽ ഒരുപാട് അനുഗ്രഹങ്ങളും വലിയ ആധിപത്യങ്ങളും അവിടെ കാണാം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊട്ടാരങ്ങളുടെ, ഒരുപാട് തോട്ടങ്ങളുടെ ഉടമയായിരിക്കുന്ന അർത്ഥം. അങ്ങനെയുള്ള ഷിമാലിൽ നിത്യവാസവും യമീനിൽ ഈ പറയപ്പെട്ട സ്വർഗലോകവും കരസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കോ എന്ന് പറയും. വയൂളഉ അലാ റഅ്സിഹി താജുൽ വഖാർ, മാത്രമല്ല വഖാറിൻ്റെ ഒരു കിരീടം തലയിലങ്ങ് വെച്ചു കൊടുക്കുന്നതാണ്. ആർക്ക്? സാഹിബുൽ ഖുർആൻ. അവിടെ പ്രത്യേക വേർഡ് ശ്രദ്ധിക്കണം, അന സാഹിബുക്കൽ ഖുർആൻ.
നിന്റെ കൂട്ടുകാരനായ ഖുർആൻ. ആരെയാണ് നമ്മൾ കൂട്ടുകാരെന്ന് പറയാ? എപ്പോഴും കൂടുള്ള ആൾക്ക്. നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളെ നമ്മൾ കൂട്ടുകാരെന്ന് പറയുമോ? പറയില്ല. പിന്നെ ആരാ കൂട്ടുകാരൻ? നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആൾക്കാണ് നമ്മൾ കൂട്ടുകാരെന്ന് പറയാം. അതുപോലെ ആയിരിക്കണം ഖുർആൻ നമുക്ക്. എന്നാൽ പലപ്പോഴും നമുക്ക് മൊബൈൽ ഫോണും ലാപ്ടോപ്പും സോഷ്യൽ മീഡിയയും അതേപോലുള്ള കാര്യങ്ങളാണ്. ഖുർആനിനെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു, മറ്റു പലതിനെയും നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ അതൊക്കെ മാറ്റി ഖുർആനിനെ കൂട്ടുകാരനായി സ്വീകരിച്ചാൽ അവരോട് പറയപ്പെടുന്നതാണ്, അങ്ങനെ ഒരു വഖാറിൻ്റെ കിരീടം തലയിൽ അങ്ങ് വെച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹു ഒരു കിരീടം മഹ്ശറിൽ ഉണ്ടാക്കി തലയിൽ വെച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഗാംഭീര്യം? മഹ്ശറിൽ ആ മനുഷ്യൻ നിൽക്കുന്ന ഗെറ്റപ്പ് എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ. അള്ളാഹു എന്നെയും നിങ്ങളെയും അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. തീർന്നില്ല. ആ സദസ്സിൽ വെച്ച് അള്ളാഹു ഈ മനുഷ്യൻ്റെ മാതാപിതാക്കൾ എവിടെ? വല്ലാത്തൊരു ചോദ്യമാണല്ലോ. നമ്മളിവിടെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പൊതുവെ സദസ്സിൽ കുട്ടികൾക്കൊക്കെ സമ്മാനം കിട്ടിയാൽ ഉമ്മാനെയും ഉപ്പാനെയും സ്റ്റേജിലേക്ക് വിളിക്കും, അവരെയും കൂടി ഒന്ന് ആദരിക്കും. അതൊരു ബഹുമതിയാണ്. മഹ്ശറിൽ അതുണ്ട് എന്നാണ്. പക്ഷെ അത് ആർക്കാണ്? ഖുർആൻ പഠിച്ച കുട്ടികളുടെ ഉമ്മാനെയും വാപ്പാനെയും വിളിക്കും. അത് കുട്ടികൾ തന്നെ ആവണമെന്നില്ല, മുതിർന്ന ആളുകളും താലിബുൽ ഇൽമുകൾ തന്നെയാണ്. അവരുടെ ഉപ്പാനെയും ഉമ്മാനെയും വിളിക്കും. എന്നിട്ടോ വയുക്സാ വാലിദാഹു ഹുല്ലതൈനി ലാ യുഖവ്വമു ലഹുമാ അഹ്ലുദ്ദുനിയാ. ദുനിയാവിലെ മുഴുവൻ ആളുകളും അതിന് വിലയിടാൻ നോക്കിയാൽ വില പറയാൻ പറ്റൂല എന്ന്. അതാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. ലാ യുഖവ്വമു ലഹുമാ അഹ്ലുദ്ദുനിയ. അതായത് അവർക്ക് കൊടുക്കുന്ന ഈ 2 ആഭരണം, വസ്ത്രത്തിലെ രത്നങ്ങളും മരതകങ്ങളും പവിഴവും മുത്തും, ഇതിൻ്റെ റൈറ്റ് എത്രയാന്ന് പറയാൻ ദുനിയാവിലെ മുഴുവൻ ബിസിനസ്സുകാരും ചേർന്നാലും കഴിയില്ല. സ്വർണ്ണരംഗത്ത് പ്രവർത്തിച്ചവർ, ഡയമണ്ട് രംഗത്ത് പ്രവർത്തിച്ചവർ, മുത്തും പവിഴവും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരൊക്കെ കൂടിയിട്ട് ഇതിനെത്ര വില ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നടക്കൂല എന്നർത്ഥം. അത്രക്ക് മൂല്യമുള്ള 2 ആഭരണങ്ങൾ ഈ പാവം പിടിച്ച ഉമ്മയെയും ഉപ്പയെയും മഹ്ശറിൽ കോടാനുകോടി മനുഷ്യന്മാരുടെ മുന്നിൽ അണിയിക്കുമെങ്കിൽ അതിനേക്കാൾ മഹത്വമേറിയ സ്ഥാനം വേറെ എന്താണ് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ? അപ്പോൾ ഈ സാധുക്കൾ ചോദിക്കുന്നതാണ് ഫയഖൂലാനി. അതിൽ ഒരു രംഗം പോലും അള്ളാഹു വിട്ടിട്ടില്ല കേട്ടോ. നമുക്ക് പറഞ്ഞു തരുന്നത് അൽഹംദുലില്ലാ നമ്മൾക്കിതിലേക്ക് താല്പര്യം ഉണ്ടാവാനാണ്. ആ ഉമ്മയും വാപ്പയും ചോദിക്കുന്നതാണ്, എന്ത്? ബിമകുസീന ഹാദാ. ഇതിപ്പോൾ എന്തിനാണ്? ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളെ മാത്രം വിളിച്ചിട്ട് ഇത്രയും വിലപിടിപ്പുള്ള ഈ വസ്ത്രം ആഭരണം എന്തിന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു ഉത്തരം ബി അഖ്ദി വലദികുമൽ ഖുർആൻ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചില്ലേ, അതിനുള്ള സമ്മാനാണ്. കാരണം സമ്മാനാർഹമായ കാര്യമാണത്. അതും ആരിൽ നിന്ന്? മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിൽ നിന്ന് ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടാൻ പര്യാപ്തമായ വേറെ ഒന്ന് ഇല്ല. അതുകൊണ്ടാണ് ആ സമ്മാനം ബി അഖ്ദി വലദികുമൽ ഖുർആൻ സുമ്മ യുഖാലു ലഹു. എന്നിട്ട് ഈ ഖുർആനിൻ്റെ ആളോട് പറയുന്നതാണ്. നോക്കൂ, തീർന്നിട്ടില്ല അവിടെ, ഇത് ലാസ്റ്റാണ്. സുമ്മ യുഖാലു ലഹു. കാരണം വിചാരണയൊക്കെ കഴിഞ്ഞു. ഇഖ്റ, ഒന്ന് ഖുർആനോത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിസ്കരിക്കുമെന്ന് പറയൂല, നോമ്പ് നിൽക്കുന്നൊന്നും പറയൂല. പിന്നെ ഇഖ്റ, ഒന്ന് ഖുർആനോത്. അള്ളാഹു നമ്മളോട് ഖുർആനോദാൻ പറയുന്നതാണ്. അങ്ങനെ മഹ്ശറിൽ വെച്ച് സ്വർഗത്തിൽ വെച്ച് ഓതാനുള്ള ഭാഗ്യം എനിക്ക് നിങ്ങൾക്കുണ്ടാവട്ടെ. അങ്ങനെ തുടങ്ങണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നിങ്ങനെ ഓതി തുടങ്ങണം. മഹ്ശറിൽ സ്വർഗത്തിൽ വെച്ച് നമുക്കത് ഓതണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അങ്ങനെ ഫാത്തിഹ മുതൽക്ക് അങ്ങനെ തുടങ്ങിക്കോ. വസഅദ്. എന്നിട്ട് ഖുർആനോദി അവിടെ നിൽക്കണ്ട. ഓരോ ആയത്തും ഓതുമ്പോൾ സ്വർഗത്തിൻ്റെ ദറജയിലേക്ക് മെല്ലെ മെല്ലെ അങ്ങനെ കയറിക്കോ. കാരണം ജന്നാത്തുൽ ഫിർദൗസ് അങ്ങ് മേലെയല്ലേ, അവിടേക്ക് എത്തേണ്ടതില്ലേ? അതുകൊണ്ട് ഓരോ ആയത്തും ഓതിയിട്ട് വസ്അദ് ഫീ ദറജിൽ ജന്ന, സ്വർഗത്തിൻ്റെ ദറജയിൽ അങ്ങനെ കയറിപ്പോയിക്കോ. വഗുറഫിഹാ, ഒരുപാട് മണിമാളികകളുണ്ട് സ്വർഗലോകത്ത്. ആ മണിമാളികകൾ ഉയരം കൂടുന്തോറും അതിൻ്റെ വലിപ്പവും വിശാലതയും കൂടുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കയറിക്കോ എന്ന് പറയും. ഫഹുവ ഫീ സുഊദിൻ മാദാമ യഖ്റ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഓതിക്കൊണ്ടിരിക്കേ ഈ കയറലും നടന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഹിഫ്ളുണ്ടോ ആ ഹിഫ്ൾ അനുസരിച്ച് ഇങ്ങനെ കയറും. ഹദ്ദൻ കാന ഔ തർതീല.
ഹസ്സൻ കാന ഔ തർത്തീല. സാവകാശത്തിൽ ഓതിയാലും കുറച്ച് സ്പീഡിൽ ഓതിയാലും കുഴപ്പമില്ല. ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഓതിയില്ലേ, ആ ഒരു സ്റ്റൈൽ അങ്ങനെ ഓതിക്കോളി. ഹസ്സൻ കാന ഔ തർത്തീല. സാവകാശത്തിൽ ഓതിയാലും ശരി, അല്പം സ്പീഡിൽ ഓതിയാലും ശരി, അങ്ങനെ കയറിപ്പോകും. എന്നിട്ട് അല്ലാഹു പറയും, ഫഇന്ന മൻസിലക, നിന്റെ വീട്, ഇന്ദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ ഓതുന്ന അവസാന ആയത്ത്. നോക്കൂ, ഇന്ദ ആഖിരി സൂറത്തിനല്ല പറഞ്ഞത്, ശരിക്കും ശ്രദ്ധിക്കുക. ഇന്ദ ആഖിരി ആയത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറ മുഴുവൻ പഠിച്ച് സൂറത്തു ആലിമ്രാൻ 10 ആയത്തും പഠിച്ച് ഒരു കുഴപ്പമില്ല. ആ 10 ആയത്തും ഓദിപ്പിക്കും. ആ 10 ആയത്തും ഓദിപ്പിക്കും. അമ്മ ജുസു മാത്രമേ അറിയൂ, അമ്മ ജുസു ഓദിപ്പിക്കും. തബാറക്ക മുതൽക്കറിയാം, അവിടെ നിന്ന് ഓതാൻ പറയും. ആദ്യത്തെ 5 ജുസേ അറിയൂ, ഓതാൻ പറയും. ഇന്ദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ ഓതുന്ന അവസാനത്തെ ആയത്ത് എവിടെയാണ് അവസാനിക്കുന്നത്, അവിടുന്ന് പറയും ഇവിടെയാണ് സ്വർഗത്തിലെ വീട്. എന്നിട്ട് കയറിപ്പോകാൻ പറയും. സ്വർഗത്തിലെതാ ഉറഫുകൾ, നിന്റെ അറകളും റൂമുകളും കൊട്ടാരങ്ങളും ഇതാ, പൊയ്ക്കോളൂ എന്ന് പറയും. അപ്പോൾ പിന്നെ ഖുർആൻ മുഴുവൻ പഠിച്ചാലോ, അതും പറയാതെ വിട്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, അൽ മാഹിറു ഫിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ, ഖുർആനിൽ നൈപുണ്യമുള്ള ആൾ. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി പറയുന്നത്, വൽ മുറാദു ബിഹി ഹുനാ ജൗദത്തു തിലാവ മഅ ഹുസ്നിൽ ഹിഫ്ള്. ഈ വേർഡൊന്ന് പഠിച്ചു വെക്കൂ. മഅ ജൗദത്തി തിലാവ, നല്ല ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ തജ്വീദുള്ള ഖിറാഅത്ത്, ട്യൂണല്ല. അതും ആളുകൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഖിറാഅത്ത് നല്ല സ്ഫുടം ചെയ്ത ഖിറാഅത്ത്. മഅ ഹുസ്നിൽ ഹിഫ്ള്, നല്ല ഹിഫ്ളും വേണം. എന്താ, മുറാജ നടത്തണം. ചില ആളുകളുണ്ട് സൂറത്തുൽ ബഖറ ചെറുപ്പത്തിൽ പഠിച്ചതാ, അത് മറന്നു, പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും QHLS അതിൽ ചേരും, വീണ്ടും പഠിക്കും, പിന്നെ ഓതി നോക്കില്ല, അത് മറന്നു. ഇങ്ങനെ 20 കൊല്ലം ആയി സൂറത്തുൽ ബഖറ തന്നെ. എന്നാൽ ക്രമപ്രവൃദ്ധമായി മുറാജ നടത്തിക്കൊണ്ട് പഠിച്ചിരുന്നെങ്കിൽ ഹാഫിളുകളാവാൻ പറ്റുമായിരുന്നു. ശ്രദ്ധിച്ചില്ല. പഠിക്കുന്ന ഒരായത്ത് പഠിച്ചാൽ, ഖുർആനിൽ ഒരുപാട് ആയത്തുകളൊന്നുമില്ല, ചെറിയ ആയത്തുകളാണ് കൂടുതലും, വലിയ ആയത്തുകൾ കുറവാണ്. എന്നിട്ട് തന്നെ 6000-ൽ പരം ആയത്തുകളേ ഉള്ളൂ. ഒരു ദിവസം തന്നെ പഠിച്ചാൽ, ഒരായത്ത് പഠിച്ചാൽ തന്നെ എത്ര ഹിഫ്ളാക്കാം. അത് മുറാജ നടത്താനും അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ടാണ് നല്ല ഹിഫ്ളും നല്ല തിലാവത്തും ഉണ്ടെങ്കിൽ, മഅ സഫറത്തിൽ കിറാമിൽ ബററ എന്ന് പറഞ്ഞാൽ ആരെപ്പറ്റിയായി പറഞ്ഞത് എന്നാണ്. അല്ലാഹു അക്ബർ. അതിലാദ്യത്തെ ആൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. 600 ചിറകുകളുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയും മറ്റു മലക്കുകളെ പറ്റി നമുക്കറിയില്ല അതെങ്ങനെയാണെന്ന്. അല്ലാഹു ആലം. സഫറത്തിൻ്റെ മലക്കുകളുടെ ഒക്കെ ഒരു ഭംഗിയും അല്ലാഹു ആലം നമുക്കറിയില്ല. അവരുടെ കൂടെയായിരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആനിൽ മഹാറത്തുള്ളവർ. ഇനി പറയൂ പ്രിയപ്പെട്ടവരെ, ഈ വിശദീകരിച്ചതിൻ്റെ 7 അയലത്തെത്തുമോ ഇതിൻ്റെ അപ്പുറത്തുള്ള വിജ്ഞാനങ്ങൾ ഏതെങ്കിലും? ഇല്ല എങ്കിൽ നാം ഖുർആനിൻ്റെ അഹ്ലുകാരാവുക, ഖുർആനിൻ്റെ പഠിതാക്കളാവുക, ലഭിക്കുന്ന മുഴുവൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലെ ആളുകൾ ഇതിൻ്റെ പരിസരത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നതിനനുസരിച്ച് ആ ഖുർആൻ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുക. ഖുർആനിൻ്റെ ഉള്ളടക്കത്തെ ഇത്തിബാ ചെയ്യുക, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾക്കും നമ്മുടെ കൂട്ടുകാർക്കുമൊക്കെ ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഉമ്മയും വാപ്പയും നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അവരെ ഖുർആൻ പഠിപ്പിക്കുക എന്നതാണ്. അതിലൂടെ അവർക്കും കിട്ടും അള്ളാഹുവിൽ നിന്ന് വലിയ ഒരു സമ്മാനം. ആ സമ്മാനത്തിന് അർഹതയുള്ള മക്കളും മാതാപിതാക്കളുമായി മാറാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹു ഖൈറ വബാറകല്ലാഹു ഫീക്കും.